കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കൊക്കിൻ്റെയും ഞണ്ടിൻ്റെയും കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു മനോഹരമായ കുളത്തിൽ ധാരാളം മീനുകൾ താമസിച്ചിരുന്നു. മീനുകളുടെ ഉറ്റ ചങ്ങാതിയായിരുന്ന ഞണ്ടമ്മാവനും ആ കുളത്തിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ദിവസം കുളത്തിനു മുകളിലേക്ക് വന്ന ഒരു മീൻ വിഷമിച്ചിരിക്കുന്ന ഒരു കൊക്കിനെ കണ്ടു. കൊക്കിനോട് എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് മീൻ ചോദിച്ചു. കൊക്ക് വിഷമത്തോടെ പറഞ്ഞു, പ്രിയ ചങ്ങാതി, ഞാൻ എൻ്റെ കാര്യം ആലോചിച്ചല്ല വിഷമിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർത്താണ്. നാട് മുഴുവൻ വരൾച്ചയിലാണ്. ഈ കുളത്തിലെ വെള്ളവും താമസിയാതെ വറ്റും. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? എനിക്കാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പറന്നു പോകാം. നിങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. കൊക്ക് പറഞ്ഞത് ശരിയാണെന്ന് മീനിനും തോന്നി. മീനുകൾ ഉടനെ എല്ലാ മീനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചു. അവർ പരസ്പരം വരൾച്ച വന്നാലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ആ വഴി പോയ കൊക്ക് പറഞ്ഞു, ആ മലയ്ക്കപ്പുറം നല്ല വെള്ളമുള്ള ഒരു കുളമുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും അവിടെ എത്താൻ സഹായിക്കാം. അപ്പോൾ ഒരു മീൻ ചോദിച്ചു, അല്ല, ഞങ്ങളെങ്ങനെ നിന്നെ വിശ്വസിക്കും? കൊക്ക് പറഞ്ഞു, ഞാനൊരു വ്രതത്തിലാണ്. മീനുകളെ ഒന്നും കഴിക്കില്ല. പുല്ലും വെള്ളവും മാത്രമാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. നിങ്ങൾക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഇത് കേൾക്കേണ്ട താമസം എല്ലാ മീനുകൾക്കും സന്തോഷമായി. അങ്ങനെ കൊക്ക് കുറച്ചു മീനുകളെ ഒരിലക്കൊമ്പിൽ വെള്ളത്തിലാക്കി പറന്നുയർന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയ മീനുകളെക്കുറിച്ച് ഒരു വിവരവുമില്ലാഞ്ഞ് മീനുകളുടെ ഉറ്റ ചങ്ങാതിയായ ഞണ്ടമ്മാവൻ ചോദിച്ചു, അല്ല ചങ്ങാതിമാരെ, നമ്മുടെ മീനുകളെക്കുറിച്ച് കൊക്ക് ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ. എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇത്തവണ കൊക്കിനോടൊപ്പം ഞാൻ പോകാം. അങ്ങനെ ആ പ്രാവശ്യം കൊക്ക് വന്നപ്പോൾ ഞണ്ടമ്മാവൻ കൊക്കിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ചങ്ങാതിമാരെ കാണണം. അതുകൊണ്ട് ഇത്തവണ ഞാൻ വരാം നിന്നോടൊപ്പം. പുതിയ ഇരയെ കിട്ടിയത് കണ്ട് കൊക്ക് വല്ലാതെ സന്തോഷിച്ചു. അങ്ങനെ കുറച്ചു ദൂരം പറന്നുയർന്നപ്പോൾ ഞണ്ട് ഒരു കാഴ്ച കണ്ട് ഞെട്ടി. തൻ്റെ ഉറ്റ ചങ്ങാതിമാരുടെ മുള്ളുകളും മറ്റും കൂട്ടിയിട്ടിരിക്കുന്നു. കൊക്ക് അവരെയെല്ലാം കൊന്നു തിന്നു എന്ന് മനസ്സിലാക്കിയ ഞണ്ടമ്മാവൻ ഉടൻ തന്നെ കൊക്കിൻ്റെ കഴുത്തിനു പിടിച്ച് നന്നായി ഇറുക്കി. കൊക്ക് വേദന കൊണ്ട് പുളഞ്ഞു. ഞാനാണ് ഈ മീനുകളെയെല്ലാം തിന്നത്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നെ വെറുതെ വിടണേ എന്ന് പറഞ്ഞ് കരഞ്ഞു. എന്നാൽ ഞണ്ടമ്മാവൻ കൊക്കിൻ്റെ കഴുത്ത് ഇറുക്കി കൊക്കിനെ കൊന്നു. പിന്നീട് സാവകാശം ഇഴഞ്ഞിഴഞ്ഞ് തൻ്റെ കൂട്ടുകാരുടെ അടുത്തെത്തി. തൻ്റെ ചങ്ങാതിമാരെയെല്ലാം കൊക്ക് വകവരുത്തിയതറിഞ്ഞ് മറ്റു മീനുകളെല്ലാം വല്ലാതെ വിഷമിച്ചു. ബാക്കിയുള്ള മീനുകളുടെ ജീവൻ രക്ഷിച്ച ഞണ്ടമ്മാവനോട് എല്ലാവരും നന്ദി പറഞ്ഞു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ശത്രുക്കളായവർ സ്നേഹം ഭാവിച്ച് അടുത്തു വന്നാലും നാം ഒരിക്കലും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ആരെങ്കിലും പറയുന്നത് കേട്ട് മുന്നും പിന്നും നോക്കാതെ ഒന്നിനും എടുത്തു ചാടരുതെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി കൂട്ടുകാരെ. Thank you, friends.